ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബ്രൂസ്ലി PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നടന്ന KRFEDൻ്റെ ടൈപ്പിസ്റ്റ് എക്സാമിൻ്റെ ആൻസർ കീയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ 20 മലയാള ചോദ്യങ്ങളുണ്ടായിരുന്നു. 80 to 100 വരെ 20 മലയാള ചോദ്യങ്ങളുണ്ടായിരുന്നു. അവയുടെ ഉത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ LDC ആയാലും അതുപോലെ ഡിഗ്രി ലെവൽ എക്സാം ഉള്ളവരായാലും ഈ മലയാള ചോദ്യങ്ങൾ നോക്കി വയ്ക്കുക. കാരണം നല്ല അല്പം ലെവൽ കൂടിയ ചോദ്യങ്ങൾ തന്നെയായിരുന്നു. അപ്പം എക്സാം ഉണ്ടായിരുന്നവർ നിങ്ങളുടെ എക്സാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾക്ക് മലയാളത്തിന് എത്ര മാർക്ക് ലഭിച്ചെന്ന് കൂടി ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നമുക്ക് ഉത്തരങ്ങൾ നോക്കാം. ഫസ്റ്റ് ചോദ്യമാണ്, ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ്. ഏതാണ് ശരിയായിട്ടുള്ള വാക്യം? ഓപ്ഷൻ ABCD. ഓപ്ഷൻ A ആണ്. ഗുരു ശിഷ്യ ബന്ധത്തെ പൗരാണികർ നല്ല രീതിയിൽ കണ്ടിരുന്നു. ഓപ്ഷൻ A ആണ്. ഗുരു ശിഷ്യ ബന്ധത്തെ പൗരാണികർ നല്ല രീതിയിൽ കണ്ടിരുന്നു. രണ്ടാമത്തെ ചോദ്യമാണ്, താഴെ പറയുന്നവരിൽ സ്ത്രീലിംഗ പ്രത്യയം വരാത്ത പ്രയോഗം ഏതെന്നാണ്? ഇതല്പം സിമ്പിളാണ്. മിടുക്കി, മിടിച്ച്, ഗൗരി. ഓപ്ഷൻ B ആണ്, മിടുക്കാണ് വരാത്തത്. മൂന്നാമത്തെയാണ്, പരമോന്നതം പിരിച്ചെഴുതിയാൽ ഏതാണ്? പരമ പ്ലസ് ഉന്നതം. ഓപ്ഷൻ B ആണ്, പരമോന്നതം. പരമ പ്ലസ് ഉന്നതം ഓപ്ഷൻ B ആണ്. 84, ദുഃഖമുത്ത് വിഗ്രഹിച്ചെഴുതുമ്പോൾ ദുഃഖത്തിൻ്റെ മുത്ത്, ദുഃഖത്താലുള്ള മുത്ത്, ദുഃഖമാകുന്ന മുത്ത്, ദുഃഖം കൊണ്ടുള്ള മുത്ത്. ഏതാണ്? ഓപ്ഷൻ C ആണ്. ദുഃഖമാകുന്ന മുത്താണ്. ഓപ്ഷൻ C, ദുഃഖമാകുന്ന മുത്താണ്. 85ാമത്തെ ചോദ്യം, ചെം പ്ലസ് താര്, ചെന്താര് സന്ധി ഏതെന്നാണ്? ഏതാണ്? അവിടെ അമ്മു പോയിട്ട് ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ D ആണ്, ആദേശസന്ധിയാണ്. ചെന്താരി. ഓപ്ഷൻ D, ആദേശസന്ധിയാണ്. അടുത്ത ചോദ്യമാണ്, പൊൻ പ്ലസ് കലശം, പൊൽക്കലശം ഇതിലെ സന്ധി ഏതെന്നാണ്? പൊൻ പ്ലസ് കലശം, പൊൽക്കലശം. ഏതാണ്? ഓപ്ഷൻ D ആണ്. ആദേശസന്ധിയാണ്. ആദേശസന്ധിയാണ്. 87ാമത്തെ ചോദ്യം, യഥായോഗ്യം പിരിച്ചെഴുതുമ്പോൾ യഥായോഗ്യം ഏതാണ്? ഓപ്ഷൻ C ആണ്, യോഗ്യത പോലെ. ഓപ്ഷൻ C, യോഗ്യത പോലെ. 88, ജന്മം മുതൽ ഒറ്റപ്പദമാക്കുക. ഏതാണ്? നമ്മളോട് പറഞ്ഞിട്ടുള്ള ചോദ്യമാണ് അതൊക്കെ. ആ ജന്മം. ഓപ്ഷൻ B ആണ്, ആ ജന്മമാണ്. 89, ആര് ദുഷ്പ്രവൃത്തി ചെയ്യുന്നുവോ അവർ ദൈവശിക്ഷ അനുഭവിക്കും. ഇതിലെ അങ്കിവാക്യം ഏതെന്നാണ്? ഏതാണ്? അങ്കിവാക്യം എന്ന് വെച്ചാൽ എന്തോന്നാണ്? പ്രധാന വാക്യം എന്നൊരു മീനിങ് ആണ്. അതിലുള്ള മെയിൻ ഐഡിയ എന്തെന്നാണ്? ഏതാണ്? ഓപ്ഷൻ D ആണ്, അവൻ ശിക്ഷ അനുഭവിക്കും, ദൈവശിക്ഷ അനുഭവിക്കും. 90, വെൻ യു ആർ അറ്റ് റോം ഡു അസ് റോമൻസ് ഡു. ഏതാണ്? ചേരയിൽ തിന്നുന്ന നാട്ടിൽ പോയ നടുക്കണ്ടം തിന്നണം. ഓപ്ഷൻ C ആണ്. 91, ആദ്യ അവസാനക്കാരൻ എന്ന ശൈലിയുടെ അർത്ഥം ഏതാണ്? ഓപ്ഷൻ C ആണ്. പ്രധാന പങ്കാളി. 92, താഴെ കൊടുത്തിട്ടുള്ളതിൽ ശരിയായ പ്രയോഗം ഏതെന്നാണ്? ഏതാണ്? ഐച്ഛികം കറക്റ്റായിട്ടുള്ളത്. ഓപ്ഷൻ B ആണ്. ഐച്ഛികം. 93, അത്യാശ്ചര്യം പിരിച്ചെഴുതുമ്പോൾ ഏതാണ്? അതി പ്ലസ് ആശ്ചര്യം. ഓപ്ഷൻ D ആണ്. 94, പറയാനുള്ള ആഗ്രഹം വിവക്ഷയാണ്. ഓപ്ഷൻ C, വിവക്ഷ. കൃതജ്ഞത എന്ന പദത്തിൻ്റെ ഓപ്പോസിറ്റാണ്. ഏതാണ്? ഓപ്ഷൻ B ആണ്. ഈ കൃതജ്ഞതയാണ്. കൃതജ്ഞതയുടെ ഓപ്പോസിറ്റ് കൃതജ്ഞത. കന്തളം എന്ന പദത്തിൻ്റെ പര്യായ പദം ഏതെന്നാണ്? കന്തളം. ഏതാണ്? മുള എന്നാണ് അർത്ഥം. മുള എന്നാണ് അർത്ഥം. 97ാമത്തെ ചോദ്യം, പ്രയോഗത്തിന് യോഗ്യമായത് ഏതാണ്? പ്രയോഗയോഗ്യം. ഓപ്ഷൻ A ആണ്, പ്രയോഗത്തിന് യോഗ്യമായത് പ്രയോഗയോഗ്യം. ശബ്ദം എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്തത് എന്നാണ്? ഇത് ക്യാൻസലാക്കാനുള്ള ചാൻസ് ഉണ്ട്, കാരണം 4 ശബ്ദം എന്ന പദത്തിൻ്റെ മീനിങ്ങോടെ പറഞ്ഞതാണ്. 99, ശരിയായ പദം ഏതെന്നാണ്? ഏതാണ്? ദൃഢം. 2 ചുഴിപ്പ് പറഞ്ഞാണ്. ഇതിനൊരു ചുഴിപ്പ്, ഇതിനൊരു ചുഴിപ്പും. ദൃഢം. 100ാമത്തെ ചോദ്യമാണ്, ചേർത്ത് എഴുതുക. കാണിത് പ്ലസ് അശങ്കം. ഓപ്ഷൻ C ആണ്. അപ്പം നിങ്ങൾക്ക് മലയാളത്തിന് എത്ര മാർക്ക് ലഭിച്ചെന്ന് ജസ്റ്റ് ഒന്ന് ബോക്സിൽ രേഖപ്പെടുത്തുക.